പ്രിയ കൂട്ടുകാരെ, നാട്ടിൽ ഒത്തിരി കൊറോണ കേസുകൾ കൂടി വരുന്നുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക. എല്ലാവരും അവരാൽ കഴിയുന്നത്, അതായത് ഒതുങ്ങി നിൽക്കുക, ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ചൂടുവെള്ളത്തിൽ കുളിക്കുക, ഒത്തിരി ചൂടുവെള്ളം കുടിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്ന കൊറോണയുടെ ദുരിതങ്ങൾ നമുക്കറിയാം. മരിച്ചുപോയത് 30, 35, 40 വയസ്സിനിടയിൽ ഒത്തിരി പേര് മരിച്ചുപോയി. അതൊക്കെ ഇപ്പോഴും ചിന്തിക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങളാണ്. എൻ്റെ കൂട്ടുകാരന്മാർ 2-3 ഒറ്റ ദിവസം ഒരേ ദിവസം മരിച്ച 2 കൂട്ടുകാരന്മാർ. അപ്പം അതിൻ്റെ ഭാരങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം സൂക്ഷിക്കുക. നമ്മൾ വലിയവരാണ് പുറത്ത് പോയിട്ട് വരുന്നത്. വലിയൊരു മാക്സിമം സൂക്ഷിച്ച് ശരീരങ്ങൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതേപോലെ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് മാത്രം മക്കളെടുത്ത് പോവുക. കാരണം കുഞ്ഞു മക്കൾക്ക് ഒന്നും അറിയത്തില്ല. എല്ലാവരും സൂക്ഷിക്കുക. അവരവർ സൂക്ഷിച്ചാൽ മതി, ഈ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. കാരണം ഇത് UK-യിൽ ഇത് ജലദോഷത്തിൻ്റെ കാറ്റഗറിയിൽ മാറ്റിവിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ അങ്ങനെയല്ല. ക്ലൈമറ്റ് മഴ സമയത്ത് ഈ കൊറോണ വളരെ കഷ്ടമാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. മാക്സിമം പുറത്ത് പോയിട്ട് വരുന്നവർ കുഞ്ഞു മക്കളെടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാരെടുത്ത് പോകുമ്പോൾ കുളിച്ച് വൃത്തിയായിട്ട് നല്ലപോലെ മാക്സിമം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. എല്ലാം റെഡിയാക്കി വയ്ക്കുക. കുളിച്ച് വൃത്തിയായി മാക്സിമം ചൂടുവെള്ളം കുടിക്കുക. കുഞ്ഞു മക്കളെ നമ്മൾ സൂക്ഷിക്കുക. കാരണം അവർക്കൊന്നും അറിയത്തില്ല. അവരെ സംരക്ഷിക്കേണ്ട നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും പ്ലീസ്, ഞാൻ നാട്ടിലില്ല, ഞാൻ നിൽക്കുന്നിടത്ത് സുരക്ഷിതമെന്ന് പറയാനില്ല. ഇവിടെയും ഒത്തിരി കേസുകൾ ഇതേപോലെ വരുന്നുണ്ട്. എന്നാലും ദൈവത്തിൻ്റെ കൃപ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ. ഈ വോയിസ് എല്ലാവരും കേൾക്കുന്ന എല്ലാവരും അവരവരെ കരുതുക, അവരവർ സൂക്ഷിക്കുക.